ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഓഗസ്റ്റ് 31-ാം തീയതി ഞങ്ങളുടെ അടുത്ത ബന്ധുവായ മനോജേട്ടൻ്റെ അന്താരാഷ്ട്ര ചെസ് പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ്, ഹയർ സെക്കൻഡറി ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഓതറായ മനോജ് മാസ്റ്റർ അച്ഛനെ പോലെ ഒരു കർഷക സ്നേഹി കൂടിയാണ്. മോട്ടിവേഷണൽ സ്പീക്കർ, പ്രാസംഗികൻ, സ്റ്റോറി ടെല്ലർ എന്നീ നിലകളിലും ഇന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് യൂത്ത് ചെസ് ചാമ്പ്യൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെസ് ചാമ്പ്യൻ, ഇന്റർനാഷണൽ റേറ്റഡ് ചെസ് പ്ലെയർ എന്നീ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ശ്രീ മനോജ് MC-യെ ഈ ചടങ്ങിൻ്റെ സ്വാഗത ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഏറ്റവും പ്രിയപ്പെട്ടവർ, ഹയർ സെക്കൻഡറിയിൽ 32 വർഷം ജോലി ചെയ്തതിന് ശേഷം പല സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മീറ്റിങ്ങിൽ ഇങ്ങനെ സംസാരിക്കാൻ പോകും. അവിടെ നിന്നൊക്കെ പല അധ്യാപകരും പല രക്ഷിതാക്കളും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു, കയ്യിലൊരു ചെസ് കളി പഠിപ്പിക്കാനുള്ളൊരു സംഭവം ഉണ്ടായിട്ട് അത് പഠിപ്പിക്കാതെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയാണോ എന്ന്. സത്യത്തിൽ അതാണ് ഇതിൻ്റെ ഒരു ആഗ്രഹം തുടങ്ങാനുള്ള കാര്യം. പിന്നെ ഞാൻ വളരെ വിശദമായി കഴിഞ്ഞ 2 വർഷം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് ഗഹനമായൊരു പഠനം നടത്തി. ഈ പഠനം കഴിഞ്ഞ വർഷത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ആദരണീയായ മന്ത്രി പറഞ്ഞു, ആദ്യമായിട്ടാണ് എക്കണോമിക് സർവേയിൽ പറയുന്നത് ഇന്ത്യയിൽ 10.26% പല രീതിയിലുള്ള മനോരോഗത്തിന് അടിമകളാണ്. അത് സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ലോകത്ത് പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൗവന സുഗന്ധം നഷ്ടപ്പെട്ട ഒരു തലമുറ, അവർ വേറൊരു ലോകത്ത്, രക്ഷിതാക്കൾ വേറൊരു ലോകത്ത്. കൃത്യമായ സമയ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. വേവലാതി, പെട്ടെന്ന് സങ്കടം വരിക, തൻ്റെ തെറ്റുകൾക്കൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയാൻ നോക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരം ഈ ഡിജിറ്റൽ വേൾഡിൽ മുങ്ങിപ്പോയി, മൊബൈലിൽ മുങ്ങിപ്പോയി മുഖമുയർത്താനാകാതെ നിൽക്കുക. ശരിക്കൊരു മത്സ്യത്തെ സംബന്ധിച്ച് വാട്ടർ ഈസ് ഇൻവിസിബിൾ. അതുപോലെ അത് മാറ്റിക്കഴിഞ്ഞാലേ മത്സ്യത്തിന് മനസ്സിലാവുള്ളൂ ചുറ്റും അതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറ്റിയാൽ അവർക്ക് ശ്വാസം മുട്ടലാണ്. ഇത് മനസ്സിലാക്കി യൂറോപ്പിലടക്കം ഇവിടെ നിന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളിലും ഒരു പ്ലേ ഗ്രൗണ്ട് റെവല്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ പറയാണ്, മാഡം സ്കൂളിൽ ചെന്ന് പ്രിൻസിപ്പൽമാരോട് നിർത്തി 2 മണിക്കൂർ ഞങ്ങളെ പഠിപ്പിക്കേണ്ട, കുട്ടികളെ പഠിപ്പിക്കേണ്ട, കളിക്കട്ടെ അവർ. ഇങ്ങനെ ഒരു പല രാജ്യങ്ങളിലും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഇത് കരിക്കുലത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കളികളുടെ പഠനം, വിശേഷ്യ ചെസ്, അതിനൊരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം, മരോട്ടിച്ചാൽ എന്ന് പറഞ്ഞ് ദ ചെസ് വില്ലേജ് ഇൻ ഇന്ത്യ, തൃശ്ശൂരിനടുത്തുള്ള സ്ഥലമാണ്. വളരെ മയക്കുമരുന്ന് അടിമപ്പെട്ട ആ ഒരൊറ്റ വില്ലേജ്, ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ചെസ് കളിക്കാണ്ട് ഒറ്റയാൾ പോരാട്ടം കൊണ്ട് ആ വില്ലേജേഴ്സിനെ മുഴുവൻ ചെസ് കളി പഠിപ്പിച്ച് ആ മയക്കുമരുന്നിൽ നിന്നും അതുപോലെ ദൂഷ്യങ്ങളിൽ നിന്നും മാറ്റിയെടുത്താണ്. അത് വളരെ വേൾഡ് റെക്കോർഡുള്ളൊരു സംഭവമാണ്. ഇതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആദരണീയനായ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മന്ത്രി, ഇവിടെ എല്ലാ ചെസ് കളിക്കാരുമായിട്ട് വളരെ അടുപ്പമുള്ള ശ്രീ റിയാസ്, നമ്മുടെ മന്ത്രിക്ക് അറിയാം. അദ്ദേഹം അതുകൊണ്ടാണ് കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ കടലുണ്ടി ഏരിയയിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. ഇത് മദ്രാസിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും നേരത്തെ തിരിച്ചറിഞ്ഞ് അവർ പല ചെസ് അക്കാഡമികളും തുടങ്ങി. അവിടെ നിന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് ഉടലെടുത്ത് വരുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ മാസ്റ്റേഴ്സ് കുറവാണ്. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കാസർഗോഡ് വരെ നോക്കിയാൽ ഈ ഇരിക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റർ രത്നാകർ ഒറ്റ മാസ്റ്റർ മാത്രമേ ഇതുവരെ ഉള്ളൂ. ഇവിടുന്ന് മാസ്റ്റർമാർ വരണം. മാസ്റ്റർമാർക്ക് ഉപരി ഈ കൾച്ചർ കുട്ടികളിലേക്ക് വരണം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളോട് മൊത്തത്തിൽ എൻ്റെ ഒരു റിക്വസ്റ്റ്, കഴിഞ്ഞ വർഷം തുടക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രി
സൂംബ ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു, അധ്യാപകർ അത് പഠിപ്പിച്ചു. പാമ്പ് പിടുത്തം പഠിപ്പിക്കാൻ പറഞ്ഞു, അത് പഠിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു. അടുത്ത പ്രാവശ്യം തുടക്കത്തിൽ അതിനിടെയായ MLA മുന്നിട്ടിറങ്ങി, അതിനിടെയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൂടി കൂട്ടിച്ചേർത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിക്കണം. എല്ലാ അധ്യാപകരും നിർബന്ധമായി ചെസ് പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകളെ സ്മരിക്കേണ്ടതുണ്ട്. ശരിക്കും എനിക്കിത് ഊർജം നൽകുന്നത് എൻ്റെ അച്ഛൻ്റെ സ്മരണകളാണ്. അച്ഛൻ വലിയ കർഷകനും എന്നെ ചെസ് പഠിപ്പിച്ച ആളുമാണ്. ഈ കുടുംബത്തിലേക്ക് ചെസ് കൊണ്ടുവന്ന ആളുമാണ്. അദ്ദേഹമാണ് നല്ല കർഷകനായിരുന്നു. എങ്ങനെയാണ് കളിയെയും കൃഷിയെയും ഒരുമിച്ച് സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചത്. രണ്ടാമതായി കോഴിക്കോട് ചെസ്സിനെ ലോകത്തടയാളപ്പെടുത്തിയ ശ്രീ PT ഉമ്മർ കോയ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്നു. ഞാൻ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമുള്ള കാലത്ത്. നിരവധി കോഴിക്കോട് നഗരത്തിൻ്റെ വലിയ തിരക്കുകളിൽ നിന്നും മാറി നഗരഹൃദയത്തിൽ തന്നെ തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ കോവൂർ വെള്ളിമാടുകുന്ന് റോഡിൽ ചെമ്പകശ്ശേരി ഇല്ലത്തിനോടടുത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ആരാധ്യയായ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. 200ഓളം പേർക്ക് ചെസ് മത്സരത്തിനും മറ്റ് മത്സരങ്ങൾക്കും പറ്റിയ രീതിയിലാണ് ഈ സ്ഥാപനം സജ്ജീകരിച്ചിരിക്കുന്നത്. ലോകപ്രശസ്തരായ നിരവധി താരങ്ങളെ വാർത്തെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.